വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ ഇപ്പോൾ ഒരു റൂട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ക്ലാസ് ഒക്കെ തുടങ്ങിയില്ല. അപ്പോൾ നമുക്ക് ഡെയിലി ഇപ്പോൾ ഒരു റൂട്ടീൻ ഉണ്ടാകും. രാവിലെ എണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, സ്കൂളിൽ പിള്ളേരെ പറഞ്ഞേക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഒരു ഒട്ടുമിക്ക എല്ലാ വീട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ അതാ ഇന്നത്തെ ഇന്ന ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ആസിഫിന് ആ ഒരു കടലക്കറി റോസ്റ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് കൊടുത്തു വിടാലോ. അപ്പോൾ ഇവിടെ ലഞ്ച് ബോക്സ് സിസ്റ്റം ഒന്നുമില്ല. കാരണം ലഞ്ച് ഓൾറെഡി അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാലും ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈഡായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു കറി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ കൂടെ വെച്ച് കൊടുക്കുന്നത്. എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും ചപ്പാത്തി ചുടുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. കാരണം എന്തോ കറങ്ങി തിരിച്ച് ചപ്പാത്തി ചുടുന്ന അന്നായിരിക്കും ഞാൻ വ്ളോഗ് എടുക്കുക അല്ലെങ്കിൽ വീഡിയോസൊക്കെ എന്തെങ്കിലും എടുക്കുന്നുണ്ടാവുക. അതായിരിക്കും കൂടുതലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പിന്നെ എനിക്കിത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് ചപ്പാത്തി. പിന്നെ അതിലേക്കൊരു കറി. അപ്പം നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാമല്ലോ. ആസിഫ് കറി കൂട്ടിയിട്ടല്ല, രാവിലെ എന്തെങ്കിലും ന്യൂട്ടല്ല അല്ലെങ്കിൽ പീനട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക. അതില്ലെങ്കിൽ മാത്രം കറി കൂട്ടിയിട്ട് കഴിക്കും. അതാണെങ്കിൽ രണ്ടിൽ കൂടുതൽ ചപ്പാത്തി കഴിച്ചേക്കാം. കറിയാകുമ്പോൾ പിന്നെ കുറച്ച് ടൈമൊക്കെ എടുത്ത് മുക്കി മൂളിയിട്ടൊക്കെയാണ് കഴിക്കുള്ളൂ. അപ്പം എന്തായാലും റെഡി ആയിട്ടുണ്ട്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മൾ മറ്റു ഒരുപാട് പണികൾ തീർക്കുന്നുണ്ട്. ക്യാമറ എല്ലായിടത്തേക്കും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നുള്ളത്. കാരണം ആസിഫ് പോകുന്നതോടുകൂടി തന്നെ ചോറും കറിയെല്ലാം രാവിലെ തന്നെ സെറ്റ് ആക്കും. അപ്പം അത് പിന്നേക്ക് വെക്കില്ല. ഈ വെള്ള കടലക്കറി ഞാൻ വെക്കുന്നത് തേങ്ങ അരപ്പൊഴിച്ചിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം. പിന്നെ അത് ഒന്ന് ഡ്രൈ ആക്കും. സോസൊക്കെ ഒഴിച്ചിട്ടാണ് ആസിഫിനൊന്ന് ഡ്രൈ ആക്കി സെറ്റാക്കി കൊടുക്കുന്നത്. ഈ ഒരു ക്ലിപ്പ് എടുത്തപ്പോൾ എന്തോ തിരിഞ്ഞു പോയിട്ടോ. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം അതാ അവനക്ക് കടൽക്കറി അതൊന്ന് ഡ്രൈ ആക്കി ലീക്ക് ആവാത്ത രൂപത്തിൽ സോസൊക്കെ ഒഴിച്ച് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇവരിതാ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. 9:25 ഫസ്റ്റ് ബെല്ലടിക്കും. അപ്പോൾ അതിന് മുന്നേ ഒരു 9:10 ആകുമ്പോൾ തന്നെ ഇവരിവിടെ നിന്ന് ഇറങ്ങും. കുറച്ച് ദൂരമുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രഷ് ആയിട്ട് നമ്മളിതായ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ തീർക്കേണ്ട. ഞാൻ ഒരുപാട് ദിവസമായി ജേർണൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് ചെയ്യണം. കുറച്ച് ഗ്യാപ്പായി. പിന്നെ എന്തായാലും നമ്മളത് ഫ്രീ ആയിരിക്കുമ്പോൾ നല്ല കാമൻ ക്വയറ്റായിട്ടിരിക്കുമ്പോഴാണ് ചെയ്യാനാണല്ലോ ഒരു രസം. ഹറിബറി ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എപ്പോഴാണ് മൂഡ് വരിക അപ്പോൾ ചെയ്യാലോ. അപ്പോൾ ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് സെറ്റാക്കണം. അപ്പം ഞാൻ ചെയ്തതൊക്കെ ഒന്ന് പേച്ച് മറിച്ച് നോക്കിയാണ് കേട്ടോ. ഇന്ന് ഇടയ്ക്ക് ഒരു മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ചെറിയൊരു രീതിയിൽ മഴ ഉണ്ടായിരുന്നു. ജൂണൊക്കെ ആയില്ലേ, അപ്പം ഇനിയിപ്പോൾ മഴയുടെ വരവാണല്ലോ. അപ്പോൾ അതാ ഇടയ്ക്ക് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും മഴ പെയ്യാറുണ്ട്. അപ്പോൾ നല്ല മഴയുള്ളപ്പോൾ നല്ലൊരു ചൂട് മാഗിയൊക്കെ കഴിക്കുന്ന രസമായിരിക്കില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോൾ മഴയ്ക്കപ്പോൾ ഒരു ചൂട് മാഗി ആവാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.